നമസ്കാരം. പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി സഹ്യ ഗൾഫ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മരണത്തിന്റെ മാലാഖയെ പിടികൂടി ദുബായ് പോലീസ്, പ്രശംസിച്ച് ഡച്ച് പ്രധാനമന്ത്രി. ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ UAE-യിൽ പിന്നീട് ഒരിക്കലും തിരികെ പോകാൻ സാധിക്കില്ല. നേപ്പാളിൽ പരിശീലനം, ദുബായ് ആസ്ഥാനമായ കമ്പനിയിൽ ജോലി, ഖത്തറിലെ ന്യൂജൻ തട്ടിപ്പ്. കുവൈറ്റ് സന്ദർശക വിസ കാലാവധി കഴിഞ്ഞിട്ടും ഭർത്താവും കുട്ടികളും രാജ്യത്ത് തുടർന്നു, നടപടിയുമായി സർക്കാർ. യൂത്ത് ഇന്ത്യ കുവൈറ്റ് ഫയർ സേഫ്റ്റി ബോധവൽക്കരണം സംഘടിപ്പിക്കും. ഒളിമ്പിക്സിൽ ചരിത്രം രചിച്ച സൗദി അറേബ്യൻ താരം. ജിദ്ദയിൽ കോൺസൽ ജനറലായി അഹമ്മദ് ഖാൻ സൂരി ഓഗസ്റ്റ് 11 ചുമതലയേൽക്കും. മരണത്തിന്റെ മാലാഖയെ പിടികൂടി ദുബായ് പോലീസ്, പ്രശംസിച്ച് ഡച്ച് പ്രധാനമന്ത്രി. ഏഞ്ചൽസ് ഓഫ് ഡെത്ത് എന്ന ക്രിമിനൽ സംഘടനയുടെ തലവനായ ഡച്ച് പൗരനെ ദുബായ് പോലീസ് അറസ്റ്റ് ചെയ്ത് ഡച്ച് പോലീസിന് കൈമാറി. ഫൈസൽ താഗി എന്ന കൊടുങ്കുറ്റവാളിയെയാണ് ദുബായ് പോലീസ് സമർത്ഥമായി പിടികൂടിയത്. ലഹരിമരുന്ന് കടത്ത്, കള്ളപ്പണം വെളുപ്പിക്കൽ, മനുഷ്യക്കടത്ത് എന്നിവയുൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങൾക്ക് പ്രതിക്കെതിരെ രാജ്യാന്തര വാറണ്ട് ഉണ്ടായിരുന്നു. ഈ വർഷം ഫെബ്രുവരിയിൽ ഋതുവാൻ താഗിയെ കോടതി ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു. കൊലപാതകങ്ങളും കൊലപാതക ശ്രമങ്ങളും ഉൾപ്പെടെ 300-ലധികം വ്യത്യസ്ത കുറ്റകൃത്യങ്ങൾക്ക് ഇയാളുടെ ക്രിമിനൽ സിൻഡിക്കേറ്റ് ഉത്തരവാദിയാണെന്ന് കരുതപ്പെടുന്നു. ഡച്ച് പ്രധാനമന്ത്രി ഡിക് ഷൂഫ് UAE-യുടെ സുരക്ഷാ സഹകരണത്തെ അഭിനന്ദിക്കുകയും ഫൈസലിനെ കൈമാറുന്നതിൽ ദുബായ് പോലീസിന്റെ വിലപ്പെട്ട പങ്കിനെ പ്രശംസിക്കുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, ദുബായ്. ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ UAE-യിൽ പിന്നീട് ഒരിക്കലും തിരികെ പോകാൻ സാധിക്കില്ല. UAE ലക്ഷക്കണക്കിന് ഇന്ത്യക്കാർക്ക് സ്വപ്നം കാണുന്ന പ്രവാസ ലോകമാണ്. ഈ മരുഭൂമിയിൽ ഭൂരിഭാഗം പേരും എത്തുന്നത് ഉപജീവനം തേടിയാണ്. ഈ രാജ്യത്തെ ജീവിതം സുഖകരമാകണമെങ്കിൽ ഇവിടുത്തെ നിയമങ്ങൾ മനസ്സിലാക്കുകയും പാലിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. വിശേഷിച്ചും വിസ നിയമങ്ങൾ. UAE-യിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് എംപ്ലോയ്മെന്റ് വിസ നിർബന്ധമാണ്. ടൂറിസ്റ്റ് വിസയിൽ വന്ന് ജോലി ചെയ്യുന്നത് ഗുരുതരമായ നിയമലംഘനമാണ്. വിസ സംബന്ധമായ പ്രശ്നങ്ങളുമായി തന്നെ സമീപിക്കുന്നവരുടെ എണ്ണം വളരെ കൂടുതലാണെന്ന് UAE-യിലെ പ്രമുഖ അഭിഭാഷക മലപ്പുറം സ്വദേശി പ്രീത ശ്രീറാം മാധവ് പറയുന്നു. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, ദുബായ്. നേപ്പാളിൽ പരിശീലനം, ദുബായ് ആസ്ഥാനമായ കമ്പനിയിൽ ജോലി, ഖത്തറിലെ ന്യൂജൻ തട്ടിപ്പ്. ദുബായ് ആസ്ഥാനമായ കമ്പനിയുടെ ഖത്തർ ശാഖയിലേക്ക് ജോലി വാഗ്ദാനം ചെയ്ത തട്ടിപ്പ്. 18 ഇന്ത്യക്കാരാണ് തട്ടിപ്പിന് ഇരയായത്. തിരുനെൽവേലി, കന്യാകുമാരി ജില്ലകളിലെ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ബിരുദധാരികളായ യുവാക്കളാണ് ഇരകൾ. A1 വിസ നൽകി 4000 മുതൽ 7000 വരെ ഖത്തർ റിയാൽ ശമ്പളം നൽകുമെന്ന് വാഗ്ദാനം ചെയ്ത് 2.5 ലക്ഷം രൂപ മുതൽ 3.5 ലക്ഷം രൂപ വരെ ആണ് ഇവരിൽ നിന്ന് തട്ടിയെടുത്തത്. ഖത്തറിൽ സന്ദർശകർക്ക് അനുവദിക്കുന്ന A1 വിസയിലാണ് ദോഹയിലേക്ക് പോകുന്നതെന്നും 1 മാസത്തെ ശേഷം തൊഴിൽ വിസയിലേക്ക് മാറാമെന്നുമായിരുന്നു വാഗ്ദാനമെന്ന് തട്ടിപ്പിനിരയായ തിരുനെൽവേലി സ്വദേശി നിതീഷ് പറഞ്ഞു. തട്ടിപ്പിനിരയായവരിൽ 6 പേർ വിസ കാലാവധി കഴിയും മുൻപായി കഴിഞ്ഞ ദിവസങ്ങളിൽ നാട്ടിലേക്ക് മടങ്ങി. എന്നാൽ ബാക്കിയുള്ള 12 പേരുടെ വിസ കാലാവധി കഴിഞ്ഞതിനാൽ പിഴ ഉൾപ്പെടെയുള്ള നിയമ നടപടികൾ പൂർത്തിയാക്കി മാത്രമേ തിരിച്ചു പോകാൻ സാധിക്കുകയുള്ളൂ. അതിനുള്ള നടപടികൾ പുരോഗമിക്കുന്നതായി ഖത്തർ തമിഴർ സംഘം ഭാരവാഹികൾ പറഞ്ഞു. നാട്ടിൽ തിരിച്ചെത്തിയതിനു ശേഷം ജോലി വാഗ്ദാനം ചെയ്ത് തങ്ങളെ വഞ്ചിച്ചവർക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കുമെന്നും തട്ടിപ്പിന് ഇരയായവർ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, ദോഹ. കുവൈറ്റ് സന്ദർശക വിസ കാലാവധി കഴിഞ്ഞിട്ടും ഭർത്താവും കുട്ടികളും രാജ്യത്ത് തുടർന്നു, നടപടിയുമായി സർക്കാർ. കുവൈറ്റിൽ വിസ ചട്ടങ്ങൾ ലംഘിക്കുന്ന വിദേശികളെയും അവരുടെ സ്പോൺസർമാരെയും നാടുകടത്തുമെന്ന് ആഭ്യന്തര മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. ആഭ്യന്തരമന്ത്രി ഷെയ്ഖ് ഫഹദ് യൂസഫ് സൗദ് അൽ സബായിയുടെ നിർദ്ദേശപ്രകാരമാണ് നടപടി. സാധുവായ ഇഖാമ ഉണ്ടായിരുന്നിട്ടും സന്ദർശന വിസ ചട്ടങ്ങളും സത്യവാങ്മൂലവും ലംഘിച്ചതിനാലാണ് സ്പോൺസർമാരെയും നാടുകടത്താൻ തീരുമാനിച്ചതെന്ന് ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി. ഒരു കൂട്ടം സ്ത്രീകൾ തങ്ങളുടെ ഭർത്താവിനെയും കുട്ടികളെയും വിസിറ്റ് വിസയിൽ കൊണ്ടുവന്ന് നിയമപരമായ കാലാവധി കഴിഞ്ഞിട്ടും രാജ്യത്ത് തുടരുന്നത്
ഉള്ളതായി കണ്ടെത്തിയിരുന്നു. ഇവർ ഒപ്പിട്ട പ്രതിജ്ഞ ലംഘിച്ചതിനാൽ ഇവരെയും നാടുകടത്താനുള്ള നടപടികൾ ആരംഭിച്ചു. എല്ലാ സന്ദർശകരും നിശ്ചിത സമയപരിധി കർശനമായി പാലിക്കണമെന്നും നിയമപ്രശ്നങ്ങൾ ഒഴിവാക്കാൻ കാലാവധി അവസാനിക്കുന്നതിന് മുൻപ് രാജ്യം വിടണമെന്നും ആഭ്യന്തര മന്ത്രാലയം ഓർമ്മിപ്പിച്ചു. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, കുവൈറ്റ്. യൂത്ത് ഇന്ത്യ കുവൈറ്റ് ഫയർ സേഫ്റ്റി ബോധവൽക്കരണം സംഘടിപ്പിക്കും. കുവൈറ്റിൽ അടുത്തിടെ വർദ്ധിച്ചുവരുന്ന തീപിടുത്തങ്ങളുടെ പശ്ചാത്തലത്തിൽ പ്രവാസി സമൂഹത്തിൽ സുരക്ഷാ ബോധവൽക്കരണം നടത്തുന്നതിനായി യൂത്ത് ഇന്ത്യ കുവൈറ്റ് ഫയർ ആൻഡ് സേഫ്റ്റി ബോധവൽക്കരണം സംഘടിപ്പിക്കുന്നു. ഓഗസ്റ്റ് 2 വെള്ളിയാഴ്ച ഖൈത്താൻ ഇന്ത്യൻ കമ്മ്യൂണിറ്റി സ്കൂളിൽ വെച്ച് വൈകുന്നേരം 7 മണിക്ക് ആരംഭിക്കുന്ന ഈ പരിപാടിയിൽ ഫയർ ആൻഡ് സേഫ്റ്റി ട്രെയിനിങ്, പ്രതിസന്ധി സമയത്തെ സംയമനം എന്നീ വിഷയങ്ങളിൽ ക്ലാസുകൾ ഉണ്ടായിരിക്കും. 5M ഇന്റർനാഷണൽ ഗ്രാൻഡ് ഹൈപ്പർ, കാലിക്കറ്റ് ലൈവ് എന്നീ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെയാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. കൂടാതെ വാട്സ്ആപ്പ് മുഖേന സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ പ്രവാസി സമൂഹത്തിൽ എത്തിക്കുമെന്നും വർഷം തോറും ഇത്തരം സുരക്ഷാ ട്രെയിനിംഗ് പരിപാടികൾ നടത്താൻ പദ്ധതിയുള്ളതായും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്. പാരീസ് ഒളിമ്പിക്സിൽ ചരിത്രം രചിച്ച സൗദി അറേബ്യൻ താരം. സൗദി അറേബ്യയിൽ നിന്നുള്ള 17 വയസ്സുകാരിയായ മഷായൽ അൽ അയദ് പാരീസ് ഒളിമ്പിക്സിൽ വനിതകളുടെ 200 മീറ്റർ ഫ്രീ സ്റ്റൈൽ ഹിറ്റ്സിൽ മത്സരിച്ചപ്പോൾ പുതിയ ചരിത്രപ്പിറവിയാണ് കായിക ലോകം സാക്ഷ്യം വഹിച്ചത്. ഒളിമ്പിക്സിൽ സൗദി അറേബ്യയെ നീന്തലിൽ പ്രതിനിധീകരിക്കുന്ന ആദ്യ വനിതയായി മാറിയ മഷായൽ സ്വന്തം പേരിലുള്ള മികച്ച സമയവും തിരുത്തി എഴുതി ഫിനിഷ് ചെയ്തത്. മഷായലിന്റെ പങ്കാളിത്തം ഭാവിയിലെ സൗദി വനിതാ കായിക താരങ്ങളെ പ്രചോദിപ്പിക്കുമെന്നും സൗദി നീന്തൽ ഫെഡറേഷൻ പ്രസിഡന്റ് അഹമ്മദ് അൽ ഖദമാനി പറഞ്ഞു. 2024 ഏപ്രിലിൽ UAEയിൽ നടന്ന ആദ്യ ഗൾഫ് ഗെയിംസിൽ 1 സ്വർണ്ണ മെഡലും 2 വെള്ളിയും മഷേൽ നേടിയിട്ടുണ്ട്. 10 അത്ലറ്റുകളാണ് ഇത്തവണ പാരീസ് ഒളിമ്പിക്സിൽ സൗദിയെ പ്രതിനിധീകരിക്കുന്നത്. അതിൽ ആദ്യമായി ഒളിമ്പിക്സിൽ മത്സരിക്കാൻ ഇറങ്ങിയത് മഷായൽ അൽ അയദ് ആണ്. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, റിയാദ്. ജിദ്ദയിൽ കോൺസൽ ജനറലായി അഹമ്മദ് ഖാൻ സൂരി ഓഗസ്റ്റ് 11 ചുമതലയേൽക്കും. ജിദ്ദയിലേക്ക് പുതുതായി നിയമിതനായ കോൺസൽ ജനറൽ ഫഹദ് അഹമ്മദ് ഖാൻ സൂരി ഓഗസ്റ്റ് 11 ചുമതലയേൽക്കും. ആന്ധ്രാപ്രദേശിലെ കർണൂൽ സ്വദേശിയായ ഫഹദ് അഹമ്മദ് ഖാൻ സൂരി 2014 ബാച്ച് IFS-കാരനാണ്. കുവൈത്ത് ഇന്ത്യൻ എംബസിയിൽ സേവനമനുഷ്ഠിക്കുമ്പോൾ കോവിഡ് ചികിത്സ, പുനരധിവാസം തുടങ്ങിയ കാര്യങ്ങളിൽ അവിടുത്തെ ഇന്ത്യൻ പ്രവാസികളെ സഹായിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ആന്ധ്രാപ്രദേശിലെ കർണൂലിൽ ഒരു ബിസിനസ് കുടുംബത്തിൽ ജനിച്ച ഇദ്ദേഹം എഞ്ചിനീയറിംഗിലും ബിസിനസ് മാനേജ്മെന്റിലും ബിരുദം നേടി. കേന്ദ്ര വാണിജ്യ മന്ത്രാലയത്തിൽ ഉന്നത പദവിയിലിരിക്കുമ്പോൾ GCC രാജ്യങ്ങളുമായുള്ള ഇന്ത്യൻ വാണിജ്യ ബന്ധം മെച്ചപ്പെടുത്തുന്നതിൽ ഫഹദ് അഹമ്മദ് ഖാൻ സൂരി നിർണായക പങ്ക് വഹിച്ചു. വാണിജ്യ മന്ത്രാലയത്തിലെ സേവനത്തിനു ശേഷമാണ് കുവൈത്തിൽ നിയമിക്കപ്പെട്ടത്. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്. ഇനി ഇന്നത്തെ ഗൾഫ് രാജ്യത്തെ കറൻസിയും ഇന്ത്യൻ രൂപയുമായുള്ള വിനിമയ നിരക്കുകൾ. ഇന്നത്തെ ഗൾഫ് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. ഗൾഫ് ന്യൂസ് വീണ്ടും നാളെ ഇതേ സമയം. നന്ദി, നമസ്കാരം.